ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ സ്വാഗതം ചെയ്ത വുമൻ ഇൻ സിനിമ കളക്ടീവ് നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഉത്തരവിനെ പ്രതീക്ഷയോടെ കാണുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരേണ്ടത് അനിവാര്യം. വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലോട് കൂടിയെങ്കിലും അതിജീവിതർക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും WCC ഫേസ്ബുക്കിൽ കുറിച്ചു. കൃഷ്ണപ്രിയയുണ്ട് കൊച്ചിയിൽ വിശദാംശങ്ങളുമായി. കൃഷ്ണപ്രിയ, എന്തൊക്കെയാണ് WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിവരങ്ങൾ? അതിന് ഇന്നലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് പുറത്ത് വരുന്നത്. ഇതിനു പിന്നാലെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് WCC ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇതിൽ പറയുന്നത് പ്രകാരം ഇത്തരം ഒരു റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവിടേണ്ട അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വിവരാവകാശ കമ്മീഷണറുടെ തീരുമാനത്തെ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ WCC അറിയിക്കുന്നത്. ഈ 2019 മുതൽ 2024 വരെയുള്ള നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഈ ഉത്തരവ് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് ഇപ്പോൾ WCC പറയുന്നത്. അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇത്തരം അതിജീവിതർക്ക് ഈ ഒരു വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലോടുകൂടി തന്നെ അതിജീവിതർക്ക് ഇനിയും ഭാവിയിൽ ഈ തൊഴിലിടങ്ങളിൽ തിരിച്ചു പോകാൻ സാധിക്കും എന്ന ഒരു പ്രത്യാശ കൂടി ഈ ഒരു ഇടപെടലിലൂടെ നടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ WCC പറയുന്നത്. ഈ തൊഴിലിടങ്ങളിലുള്ള അനീതികളെ പൊളിച്ചെഴുതി കൂടുതൽ ലിംഗസമത്വമുള്ള തൊഴിലിടങ്ങൾ ഉണ്ടാവണം എന്ന് WCC പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു WCCയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ WCC ഇതിനു മുൻപും സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരണമെന്നാണ് പറയുന്നത്. ഇത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളും അനീതികളും തുറന്നു കാണിക്കുന്ന ഷിഫ്റ്റ് ഫോക്കസ് പോലെയുള്ള പഠനങ്ങൾ നടത്തി ബെസ്റ്റ് പ്രാക്ടീസസ് റെക്കമെൻഡേഷൻസ് അടക്കം WCC ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുന്നതിനെ WCC പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആതിര. കൃഷ്ണപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.